ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കണക്കുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മാങ്ങയിൽ നാരുകളൊന്നുമില്ല കേട്ടോ. നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മാങ്ങേൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാംഗോ പൾപ്പ് 1 കപ്പ് അളവിലാണ് കേട്ടോ ഉള്ളത്. നാരുകളില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അഥവാ നാരുകളുള്ള മാങ്ങയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു സ്വീറ്റിൽ നാരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അത്ര നന്നായിരിക്കത്തില്ല. അതുകൊണ്ടാണ് അരിച്ചിട്ട് എടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോൻ്റെ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളളവിൽ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു യെല്ലോ ഫുഡ് കളറിന് പകരം വേണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും കളറ് കാണും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ചെറിയൊരു മഞ്ഞ കളറ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മാങ്ങയുടെ മധുരം കൂടി ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതൊന്ന് ചൂടായിട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ടിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചൊരു സ്മൂത്ത് പേസ്റ്റ് കണക്ക് ആക്കിയിട്ടെടുക്കുക. അപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് തിക്കായി വരും കേട്ടോ. ഇപ്പോൾ ഈ ഒരു മിക്സ് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് കുറച്ചുകൂടി തിക്കായിട്ട് വരും. പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നൊരു രീതിയാവും. അതുവരെ വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇതിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടപ്പുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കട്ടകളും കൂടി ഉടച്ചു കൊടുക്കുക കേട്ടോ. ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ആ കട്ടകളൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതങ്ങ് തിക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ മാംഗോൻ്റെയും പാൽപ്പൊടിയുടെയൊക്കെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു രീതിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രീതിയായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറണം. ഒരുപാട് മാറണ്ട കേട്ടോ. ചെറു ചൂടോടെ വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂട് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ദാ ഈ ഒരു മിക്സിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ സ്പൂണിൽ കുറച്ച് മിക്സ് ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു ബോൾസ് കണക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയുടെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു നടുഭാഗത്തൊന്ന് പ്രസ് ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കുഴുവിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിസ്ത കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ മാമ്പഴക്കാലമാണ്. ഈ ഒരു റെസിപ്പിയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. ഈ ഒരു അളവിൽ എനിക്കൊരു 10 പേടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പേടയുടെ റെസിപ്പിയാണ് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.